നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ പുതിയ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയം മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിൽ പാർട്ട് 4 ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റി പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. രാജ്യത്തെ ഒരു ക്ഷേമരാഷ്ട്രമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, ഓർത്തിരിക്കുക, രാജ്യത്തെ ഒരു ക്ഷേമരാഷ്ട്രമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് നിർദ്ദേശിക തത്വങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശിക തത്വങ്ങൾ. ഓക്കെ, അവിടെ ഒരു കാര്യം നമുക്കറിയാം, ന്യായവാദങ്ങൾക്ക് വേണ്ടിയല്ലാതെ, ഓക്കെ, എന്ന് വെച്ചാൽ നമുക്കതൊന്നും കോടതിയിലൊന്നും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഒരു സ്റ്റേറ്റിൻ്റെ തീരുമാനപ്രകാരം ഓക്കെ ആ ഒരു സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ രാജ്യത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന കുറേ നിർദ്ദേശങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു ക്ഷേമരാഷ്ട്രമാക്കാൻ വേണ്ടിയാണ് നിർദ്ദേശിക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഗാന്ധിയൻ, ലിബറൽ, സോഷ്യലിസ്റ്റ് എന്നിങ്ങനെ തരംതിരിക്കാൻ സാധിക്കുന്ന ഭരണഘടനയിലെ ഏക പാർട്ടാണ് ഈ പറഞ്ഞ ഭാഗമാണേത്, പാർട്ട് 4 എന്ന് പറഞ്ഞാൽ, അറിഞ്ഞിരിക്കുക. ഓക്കെ, എങ്ങനെയൊക്കെ തിരിക്കാം? ഗാന്ധിയൻ, ലിബറൽ, സോഷ്യലിസ്റ്റ്. ഓക്കെ, ഗാന്ധിയൻ, ലിബറൽ, സോഷ്യലിസ്റ്റ് എന്ന ആശയങ്ങൾ, ഓക്കെ, എന്ന തത്വങ്ങളെ വേർതിരിച്ച് കാണാൻ സാധിക്കുന്ന ഭരണഘടനയിലെ ഏക ഭാഗമാണിത് മാർഗനിർദ്ദേശിക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ ഉള്ളോ? അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗാന്ധിയൻ ആശയങ്ങൾ കാണാൻ സാധിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണിത് ഈ പറഞ്ഞ ഭാഗം 4 നിർദ്ദേശിക തത്വങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശിക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ഉള്ളോ? ഓക്കെ, ഇനി നിർദ്ദേശിക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ചോദിച്ചാൽ, ഓക്കെ, അയർലൻഡിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശിക തത്വങ്ങളെ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നിർദ്ദേശിക തത്വങ്ങൾ, മാർഗനിർദ്ദേശിക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാൽ ഏതാ, അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്, അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇത് നിർദ്ദേശിക തത്വങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശിക തത്വങ്ങൾ. ഓക്കെ, അപ്പോൾ പാർട്ട് 4 ആണ് എങ്ങനെ അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്നു. രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന പേരിലും അറിയപ്പെടുന്നു. രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന പേരിലും വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏത്? പാർട്ട് 4 നിർദ്ദേശിക തത്വങ്ങൾ. ഓക്കെ, എങ്ങനെയൊക്കെയാണ്? ഓക്കെ, രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന പേരിലും, ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന പേരിലും ഓക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏത്? പാർട്ട് 4 നിർദ്ദേശിക തത്വങ്ങൾ. ഓക്കെ ഉള്ളോ? ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് അല്ലെങ്കിൽ ഒരു പോയിന്റാണ് KT ഷാ. ഓക്കെ, KT ഷാ പറഞ്ഞ ഒരു കമന്റ് ആണ്. എന്ത്? ബാങ്കിൻ്റെ സൗകര്യാർത്ഥം മാറാൻ സാധിക്കുന്ന ചെക്ക്, ഓക്കെ, ബാങ്കിൻ്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന നിർദ്ദേശിക തത്വങ്ങളെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? KT ഷാ. ഓക്കെ, എന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ തീരുമാനം എടുക്കാൻ സാധിക്കും നിർദ്ദേശിക തത്വങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത് നിർബന്ധമായും ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഒരു സംസ്ഥാനത്തിനെ അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ല. ഒരു സംസ്ഥാനത്തിന് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന, സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് നിർദ്ദേശിക തത്വങ്ങൾ. ഓക്കെ അല്ലോ? അപ്പോൾ ബാങ്കിൻ്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന നിർദ്ദേശിക തത്വങ്ങളെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? KT ഷായാണ്. KT ഷായാണ്. ഓക്കെ അല്ലോ? മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കുക, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഫിക്കബിൾ. അറിഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ നിർദ്ദേശിക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, നിർദ്ദേശിക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. അത് അനുച്ഛേദം 37 തന്നെ പറഞ്ഞിട്ടുണ്ട്. അനുച്ഛേദം 37 തന്നെ പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശിക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിർദ്ദേശിക തത്വങ്ങൾ ആദ്യമായി ഉൾപ്പെടുത്തിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് ചോദിച്ചാൽ അത് സ്പെയിനാണ്. അവിടെ തെറ്റാനൊരു സാധ്യതയുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നിർദ്ദേശിക തത്വങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അല്ലെങ്കിൽ അയർലൻഡിൽ നിന്നാണ്. പക്ഷേ നിർദ്ദേശിക തത്വങ്ങളെ ആദ്യമായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സ്പെയിനാണ്. തെറ്റിക്കാതെ പഠിച്ചു വെക്കണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നിർദ്ദേശിക തത്വങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഇനി നിർദ്ദേശിക തത്വങ്ങളിലെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അടുത്തായി പഠിക്കാൻ പോകുന്നത് ഏതാണ്? നിർദ്ദേശിക തത്വങ്ങളിലെ മാർഗനിർദ്ദേശിക തത്വങ്ങളിലെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ ഒരു പാർട്ടിന് തുടക്കത്തിൽ തന്നെ അനുച്ഛേദം 37 അറിഞ്ഞിരിക്കുക. അനുച്ഛേദം 37 കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, നിർദ്ദേശിക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലോ? ഓക്കെ, അപ്പോൾ നിർദ്ദേശിക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും നിർദ്ദേശിക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ മൗലിക അവകാശങ്ങളാണെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലോ? മാർഗനിർദ്ദേശിക തത്വങ്ങളാണ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞിരിക്കുക.
ഇനി അനുച്ഛേദം 39A, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുച്ഛേദമാണ് ഇത്. അനുച്ഛേദം 39A എന്ന് പറഞ്ഞാൽ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് നിയമസഹായവും. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് നിയമസഹായവും. ഇത് രണ്ടായിട്ട് വേണേൽ PSC ചോദിക്കാം. ഓക്കെ, തുല്യനീതിയെ പറ്റി പറയുന്ന അനുച്ഛേദം ഏത്? ഓക്കെ, പാർട്ട് 4-ൽ തുല്യനീതിയെ പറ്റി പറയുന്ന അനുച്ഛേദം എന്ന് വേണേൽ ചോദിക്കാം. അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകുന്ന അനുച്ഛേദം എന്ന് വേണേലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് മാറ്റി തിരിച്ചൊക്കെ ചോദിക്കാം. അറിഞ്ഞിരിക്കുക, അനുച്ഛേദം 39A ആണ്. അറിഞ്ഞിരിക്കുക. ഓക്കെ, ഫ്രീ ലീഗൽ എയ്ഡ് ടു ദി പൂവർ. അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. ഓക്കെ, ഇതിൽ തന്നെ വന്ന പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റൊരു അനുച്ഛേദമാണ് അനുച്ഛേദം 39D എന്ന് പറഞ്ഞ അനുച്ഛേദം 39D എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലോ. ഓക്കെ, തുല്യ വേതനം, ഈക്വൽ വേജസ്. ഓക്കെ അല്ലോ, ഒരേ തൊഴിലിന് ഒരേ വേതനം കൊടുക്കണമെന്ന് പറയുന്ന അനുച്ഛേദമാണ് ഇത്. അനുച്ഛേദം 39D എന്ന് പറയുന്നത്. ഓക്കെ അല്ലോ, സാധാരണ നമുക്കറിയാം 2 വേതനമൊക്കെ ഉണ്ടല്ലേ, സ്ത്രീക്കും പുരുഷനും 2 വേതനമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരേ തൊഴിലാണ് ചെയ്യുന്നതെങ്കിൽ ആ തൊഴിലിന് ഒരേ വേതനം കൊടുക്കണമെന്ന് പറയുന്ന അനുച്ഛേദമാണ് ഇത്. അനുച്ഛേദം 39D എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അനുച്ഛേദം 40 ആണ്. ഇതൊരു ഗാന്ധിയൻ ആശയമാണ് അല്ലേ. അനുച്ഛേദം 40 എന്ന് പറഞ്ഞാൽ ഒരു ഗാന്ധിയൻ ആശയമാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഓക്കെ, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഓക്കെ, രൂപീകരണം. ഓക്കെ, അനുച്ഛേദം 40-ലാണ് പറയുന്നത്. അതൊരു ഗാന്ധിയൻ ആശയമാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ അല്ലോ. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആർട്ടിക്കിൾ 243 കഴിഞ്ഞ് 243A B C D 243A 243B എന്നൊക്കെ പറഞ്ഞ് കുറേ അനുച്ഛേദങ്ങൾ ഇനിയും വരുന്നുണ്ട്. വരും ക്ലാസ്സുകൾ നമ്മൾ പഠിക്കും. ഓക്കെ, അടുത്തായിട്ട് വളരെ പ്രധാനപ്പെട്ട് പഠിക്കേണ്ട ഒരു അനുച്ഛേദമാണ് അനുച്ഛേദം 44. മുമ്പ് PSC പലതവണ ചോദിച്ച അനുച്ഛേദമാണ് അനുച്ഛേദം 44 എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ. ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡ്. ഓക്കെ, ഏകീകൃത സിവിൽ കോഡ്, യൂണിയൻ സിവിൽ കോഡ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതേതാണ്, ഗോവയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് ഗോവയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അവിടെ മതപരമായ വിട്ടുവീഴ്ചകളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള നിയമങ്ങളായിരിക്കും. ഓക്കെ ആണല്ലോ. ഇന്ത്യയിൽ മതപരമായ ചില വിട്ടുവീഴ്ചകളുണ്ട് നിയമത്തിൻ്റെ കാര്യത്തിൽ. ഓക്കെ ആണല്ലോ. ഓക്കെ, ആ മതപരമായ വിട്ടുവീഴ്ചകളൊന്നും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ശേഷം ഉണ്ടായിരിക്കുന്നതല്ല. അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോവയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, പിന്നെ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള മറ്റൊരു അനുച്ഛേദമാണ് അനുച്ഛേദം 45 പറയുന്നതാണ് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും പറയുന്നു. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും പറയുന്നു. ഓക്കെ, ഇത് നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനം നമുക്കുണ്ട്. ഏതാണ്? അംഗൻവാടികൾ വഴി ഇത് നടപ്പിലാക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും ഓക്കെ ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് ഇത്. അനുച്ഛേദം 45. അറിഞ്ഞിരിക്കുക. അനുച്ഛേദം 47 പറയുകയാണെങ്കിൽ ഇവിടെ മദ്യനിരോധനം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മദ്യനിരോധനം. ഓക്കെ, മദ്യനിരോധനം മാത്രമല്ല. ഓക്കെ, അതായത് ഒരു മനുഷ്യന് ഹാംഫുൾ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, ആൽക്കഹോൾ മാത്രമല്ല, മറ്റ് ഡ്രഗ്സ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ആ ഹാംഫുൾ ആയിട്ടുള്ള എന്തൊരു സാധനത്തെയും നിരോധിച്ചുകൊണ്ടുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 47. അതിലെടുത്ത് പഠിച്ചു വെക്കേണ്ട കാര്യമാണിത്, മദ്യനിരോധനം എന്ന് പറഞ്ഞാൽ. മദ്യനിരോധനം. ഓക്കെ, കാരണം അങ്ങനെ തന്നെ PSC ചോദിക്കും. ഓക്കെ, മദ്യനിരോധനത്തിനെ പറ്റി പറയുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിക്കും. ഓക്കെ അല്ലോ. അപ്പോൾ പാർട്ട് 4-ലെ അനുച്ഛേദം 47-ലാണ് എന്തിനെ പറ്റി പറയുന്നത്? മദ്യനിരോധനത്തെ പറ്റി പറയുന്നത്. അങ്ങനെയെങ്കിൽ മദ്യനിരോധനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഗുജറാത്ത് ആണ്. അപ്പോൾ മദ്യനിരോധനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് ഗുജറാത്ത് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഗുജറാത്തിൻ്റെ തുടക്കം മുതൽ ആ സംസ്ഥാനത്തിൻ്റെ രൂപീകരണം മുതൽ ശരിക്കും പറഞ്ഞാൽ മദ്യനിരോധനം നടപ്പിലാക്കി കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ് ഇത്, ഗുജറാത്ത്. അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി 48-ലേക്ക് വന്നാൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. 48-ലേക്ക് വന്നാൽ എന്താണ്? ഗോവധ നിരോധനം. ഓക്കെ, അപ്പം മറ്റു കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്രൊഹിബിഷൻ ഓഫ് സ്ലോട്ടറിംഗ് ഓഫ് കാറ്റിൽസ് ആണ് പറയുന്നത്. മറ്റ് കാറ്റിൽസും വരും. ഓക്കെ, അതിലെടുത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഏതാണ്? ഗോവധമാണ്. ഗോവധ നിരോധനത്തിനെ പറ്റി പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 48. മറ്റ് കാറ്റിൽസ് ഉൾപ്പെടുമെന്ന് അറിഞ്ഞിരിക്കുക. പ്രധാനമായും നമ്മൾ പഠിച്ചു വെക്കേണ്ട PSC ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ഗോവധ നിരോധനമാണ്. പഠിച്ചു വെക്കുക. ഓക്കെ അല്ലോ. അതിനുശേഷം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു അനുച്ഛേദമാണിത്. അനുച്ഛേദം 48A എന്ന് പറഞ്ഞാൽ അനുച്ഛേദം 48A പിന്നീട് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ്. എന്തെന്ന് ചോദിച്ചാൽ പരിസ്ഥിതി സംരക്ഷണവും വന്യജീവി സംരക്ഷണത്തെ പറ്റിയും പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 48A. എന്തൊക്കെ വരും? പരിസ്ഥിതി സംരക്ഷണം വരും. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, വന്യജീവി സംരക്ഷണത്തെ പറ്റി പറയുന്ന അനുച്ഛേദമാണിത്. അനുച്ഛേദം 48A എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക. അടുത്ത അനുച്ഛേദമാണ് അനുച്ഛേദം 50 എന്ന് പറഞ്ഞാൽ 50 എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നീതിന്യായ വ്യവസ്ഥ
കാര്യനിർവഹണ വ്യവസ്ഥയും വേറിട്ട് നിൽക്കണമെന്ന് പറയുന്ന അനുച്ഛേദമാണ് ഇത് അനുച്ഛേദം 50. ഓക്കെ അല്ലോ. ഓക്കെ, ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും രണ്ടായിട്ട് നിൽക്കണമെന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 50. അതെപ്പോഴും അങ്ങനെ നിന്നാലേ ശരിയാവുള്ളൂ, ശരിയല്ലേ? ഓക്കെ, അപ്പം നീതിന്യായ വ്യവസ്ഥ കാര്യനിർവഹണ വ്യവസ്ഥയും രണ്ടായി വേറിട്ട് നിൽക്കണമെന്ന് പറയുന്ന അനുച്ഛേദമാണ് ഇത് അനുച്ഛേദം 50. ഓക്കെ അല്ലോ. ഓക്കെ, ഇനി അനുച്ഛേദം 51 പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ സംസ്കാരം തന്നെയാണ്. അനുച്ഛേദം 51 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം തന്നെയാണ്. ഓക്കെ, ലോക സമാധാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന അനുച്ഛേദമാണ് ഇത് അനുച്ഛേദം 51. ഓക്കെ, പണ്ട് മുതൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ത്, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പോലെ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന അനുച്ഛേദമാണ് ഇത് അനുച്ഛേദം 51. അപ്പോൾ അറിഞ്ഞിരിക്കുക, അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നിർദ്ദേശിക തത്വങ്ങളെ പറ്റി പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ അനുച്ഛേദങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, കാരണം PSC ഇതൊക്കെ ആവർത്തിച്ച് ചോദിച്ച അനുച്ഛേദങ്ങളാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ കുട്ടികളും അനുച്ഛേദങ്ങൾ പഠിച്ചു വെക്കുക.